അപ്പൊ എല്ലാവർക്കും എടാ സൈലത്തിന് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ സ്കൂളൊക്കെ എന്താണ് എല്ലാവർക്കും തുറന്നു അല്ലെ? സ്കൂളൊക്കെ തുറന്ന് നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്കൊക്കെ എന്താണ് പോയിണ്ടാവും. പുതിയ ബാഗും ഉടുപ്പും അതേപോലെ പുതിയ യൂണിഫോമും അതേപോലെ പുതിയ കൊടയൊക്കെ ആയിട്ട് എല്ലാവരും സ്കൂളിലേക്കൊക്കെ എന്താണ് ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലെ? പുതിയ പുസ്തകമൊക്കെ എല്ലാവരും പൊതിഞ്ഞോ? എല്ലാവരും നെയിം സ്ലിപ്പ് കൊട്ടിച്ചോ? ഇപ്പൊ നെയിം സ്ലിപ്പ് ഒക്കെ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നെയിം സ്ലിപ്പ് വരുന്നുണ്ട് അല്ലേ? മിസ് കുറച്ച് ദിവസം മുൻപ് ഇങ്ങനെ ഇതേ മിസ്സിന് എന്താണ് നെയിം സ്ലിപ്പ് വാങ്ങാൻ പോയപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് വേണം നെയിം സ്ലിപ്പ് ആക്കി തരാന്നൊക്കെ. അപ്പോഴാ മിസ് അത് കാണുന്നേ. അടിപൊളിയാലേ. ഓക്കെ, അപ്പൊ പുതിയ നെയിം സ്ലിപ്പും പുതിയ പുസ്തകവും പുതിയ നല്ല അല്ലെ കുടയൊക്കെ ആയിട്ട് നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയി. എല്ലാ 3 ദിവസമേ ആയിട്ടുള്ളൂ സ്കൂൾ തുറന്നിട്ടില്ലേ? ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് സ്കൂളിൽ നിന്നും? ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടിയിട്ടുണ്ടാകും, ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് കളറിങ് ചെയ്യിച്ചിട്ടുണ്ടാവും അല്ലേ? ശരിയാ, നിങ്ങളെ കൊണ്ട് കളറിങ് ചെയ്യിച്ചിട്ടുണ്ടാവും. അപ്പൊ നോക്കിയേ, നിങ്ങള് കളറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ നിങ്ങള്? അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചിലപ്പോൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും, ആൽഫബറ്റ്സ് ABCD ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും. മറന്നുപോയോന്ന് നോക്കിയിട്ടുണ്ടാവില്ല ടീച്ചേഴ്സ്. ചിലപ്പോൾ ABCD എഴുതിയിട്ടുണ്ടാകും, ചിലപ്പോൾ അ, ആ, ഈ സ്വരാക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, മിസ് ഇപ്പൊ വന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക്, ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കില്, ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ എന്താണെന്ന്, ഏതൊക്കെയാണ് നിങ്ങൾക്കുള്ള ചാപ്റ്റർ എന്നാണ് മിസ് ഇന്ന് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നിങ്ങളുടെ പാഠങ്ങൾ? ഇവിടെ നോക്ക്, നമ്മൾ യൂണിറ്റ് 1 ഏതൊക്കെയാണ്? ഹോങ്കോങ് ഹോങ് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. ഈ ഹോങ്കോങ് ഹോങ് അല്ലേ, നമ്മുടെ ഹോണില്ലേ, പോം 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 പോം. ഈ ഒരു പാഠത്തിൽ നമ്മൾ ഇങ്ങനെ റോഡിൽ കൂടെ അല്ലെ വണ്ടിയൊക്കെ ഇങ്ങനെ ഓട്ടിച്ചു പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് എന്തുള്ളത്, നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്നേ. രണ്ടാമത്തെ നോക്ക്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്നൊരു പാഠം നമുക്ക് വരുന്നുണ്ട് അല്ലേ? എന്താ അവിടെ കാണുന്നത് നോക്കിയേ? 2 കോഴികളുണ്ട്. ഒരു കോഴി മറ്റേ കോഴിന്റെ എഗ്ഗും എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരൊറ്റ ഓട്ടം ഓടാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത്, നമ്മൾ രണ്ടാമത്തത് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. മറ്റുള്ളവരെ സാധനങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, എടുക്കാൻ പാടില്ല. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്, നമ്മുടെ രണ്ടാമത്തെ പാഠം. നെക്സ്റ്റ് നോക്കി, നിങ്ങൾ യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ലേക്ക് നമ്മൾ വരുമ്പോൾ ബാക്ക് ടു ഗ്രീൻ ആണ് അല്ലെ? വീണ്ടും എന്താണ്, നമ്മുടെ നേച്ചറിലേക്ക്. ഇന്ന് എൻവയോൺമെന്റൽ ഡേ അല്ലേ? യെസ്, അപ്പൊ ഇന്ന് എൻവയോൺമെന്റ് ഡേ ആണ് അല്ലേ? അപ്പൊ നോക്ക്, ബാക്ക് ടു ഗ്രീൻ. വീണ്ടും നമ്മളിങ്ങനെ നമ്മുടെ മരത്തിലേക്കും നമ്മുടെ പച്ചപ്പിലേക്കും നമ്മുടെ നല്ല വലിയ മൗണ്ടെയിൻസിലേക്കും ഒക്കെ നോക്കിപ്പിക്കുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്ന പാഠം. നെക്സ്റ്റ് ഇറ്റ് ഇസ് ജംഗിൾ റൈഡ്. അയ്യോ, എന്താണ് നമ്മുടെ ജംഗിൾ റൈഡ് എന്നല്ലേ? അവിടെ ഒരു കാറുണ്ട്. ആ കാറ് നന്നാക്കാൻ വേണ്ടി ദേ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ കാർ ഇങ്ങനെ നന്നാക്കി അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് കുട്ടപ്പൻ കാറാക്കുന്നതാണ് എന്ത്, നമ്മുടെ ജംഗിൾ റൈഡ് എന്ന് പറയുന്ന പാഠം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 പാഠങ്ങളാണ് നമുക്ക് എന്തല്ലേ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ എല്ലാവരും റെഡിയാണോ എല്ലാവരും? അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ പാഠങ്ങൾ? ഫസ്റ്റ് വൺ, ഹോങ്കോങ് ടൂട്ട് ഊട്ട് എന്ന് പറയുന്ന ഒരു പാഠം. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാഠം. നെക്സ്റ്റ് ഇറ്റ് ഈസ് യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ ബാക്ക് ടു ഗ്രീൻ എന്ന് പറയുന്ന പാഠം. നെക്സ്റ്റ് ഇറ്റ് ഈസ് എ ജംഗിൾ റൈഡ് എന്ന് പറയുന്ന ഒരു പാഠം. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കും. ഈ പേരുകളൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി നമ്മൾ എവിടെയാ പഠിക്കുക? നമ്മുടെ ലൈവ് ക്ലാസ് നമ്മൾ പഠിക്കണ്ടേ? എല്ലാവരും ക്ലാസ് കാണാൻ വരണം. കൂട്ടുകാരോടൊക്കെ പറയണം, സൈലം ഉണ്ടല്ലോ, സൈലത്തിൽ അൻവറ മിസ് ഉണ്ടല്ലോ, കുറേ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാന്നൊക്കെ പറയണേ കേട്ടോ. എല്ലാവരോടും എന്ത് ചെയ്യാ, ലൈവ് ഒക്കെ കാണാൻ പറയണേ. അപ്പൊ ഓക്കെ, ബൈ ബൈ.